അപ്പം നമുക്ക് കാർബോക്സിലിക് ആസിഡ്സിനെ പറ്റി ചില കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓർഗാനിക് കെമിസ്ട്രിയുടെ തുടക്കത്തെ പറ്റി ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ ശ്രദ്ധിക്കുക. കാർബോക്സിലിക് ആസിഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. കാർബോക്സിലിക് ആസിഡ്സ് ഞാൻ നേരത്തെ നമ്മൾ സിലബസ് നോക്കിയാൽ മനസ്സിലാവും. നമുക്കതിൽ കുറേ പ്രീ റെക്വസിറ്റ്സ് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അതൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നേരത്തെ. എന്നാലും അതൊന്ന് ജസ്റ്റ് എന്താണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് മീൻ ബൈ എ കാർബോക്സിലിക് ആസിഡ്? It's an organic compound of course and it contains a functional group, that is the carboxyl functional group. ഇതാണ് ഒരു കാർബോക്സ്. നമുക്കറിയാം COOH നമ്മൾ സാറിന് എഴുതും. CH3COH നമ്മുടെ സാധാരണ കാർബോക്സിലിക് ഓർഗാനിക് ആസിഡ്സ് ജനറലി ദേ ആർ കാർബോക്സിലിക് ആസിഡ്സ്. ഇത് അസിറ്റിക് ആസിഡ് ആണ്. നമ്മുടെ വിനിഗറിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസിറ്റിക് ആസിഡ്. ഒരുപാട് നേച്ചറിലൊക്കെ വിനിഗറിൽ അല്ലേ അടങ്ങിയിരിക്കുന്നത് എന്ത് ആസിഡാണ്? അസിറ്റിക് ആസിഡ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ്, മറ്റേ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടാർട്ടാറിക് ആസിഡ്, നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ്. ഇതൊക്കെ ഈ ആസിഡിലൊക്കെ എന്ത് ഗ്രൂപ്പ് ഉണ്ടാവും? കാർബോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും. കാർബോക്സിൽ ഗ്രൂപ്പ് ഇതിന്റെ പേര് വരെ കാർബോക്സിൽ. ശ്രദ്ധിക്കുക, ഈ പേരിന്റെ ഒരു ഒറിജിൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാനേ ഉള്ളൂ. ചെയ്തിട്ട് ഇഫ് നമ്മൾ ഈ രണ്ട് കഷ്ണമായി മുറിച്ചാൽ ഇതെന്ത് ഗ്രൂപ്പാണ്? ദിസ് ഈസ് ദ എന്ത് ഗ്രൂപ്പാണ്? ദിസ് ഈസ് ദ കാർബണൈൽ ഗ്രൂപ്പ് അല്ലേ? ആൻഡ് ദിസ് ഈസ് ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പിന്റെയും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെയും ഒരു കോമ്പിനേഷൻ പോലെ തോന്നുന്ന കോമ്പിനേഷൻ അല്ല. ഇത് വേറെ ഗ്രൂപ്പാണ്, മനസ്സിലാക്കുക. പക്ഷെ തോന്നുന്നത് കാർബണൈൽ ഗ്രൂപ്പ് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇപ്പോൾ കാർബണൈലിന്റെ കാർബവും ഇതിന്റെ എക്സിലും തൊട്ട് എന്തായി പേര് കാർബോക്സിൽ നായി, അങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത്. കാർബോക്സിൽ ഗ്രൂപ്പ് can be considered as a combination of two different functional group. One is the carbonyl group or the CO group, other one is the OH group, that is the hydroxyl group. So carbonyl carbon, hydroxyl oxyl കൂടി ചേർന്ന് കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പേര് വന്നു. കാർബോക്സിൽ ഗ്രൂപ്പ് is generally written as പല വിധത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ചിലപ്പോൾ ചില ബുക്കിലൊക്കെ ഇങ്ങനെ കാണും, മനസ്സിലായില്ലേ? എങ്ങനെയായാലും COOH, CO2H ഓർ ഇങ്ങനെ വിശാലമായിട്ട് സ്ട്രക്ചർ മനസ്സിലാകുന്ന വിധത്തിൽ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതിയാലും that is a functional group containing one carbon atom, two oxygen atoms and one hydrogen atom connected in this fashion. ഈ ഗ്രൂപ്പുള്ള എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സും നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് എന്താ പറയുക? they can be called acids or carboxylic acids. carboxylic acid ആ പേരൊക്കെ നമ്മൾ വളരെ പരിചിതമാണ്. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക, കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് പല പല രൂപത്തിലുണ്ടാവും. ഞാൻ രണ്ട് എക്സാമ്പിൾ എഴുതാം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി. ഒരു എക്സാമ്പിൾ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഇങ്ങനെ വരാം. ഇങ്ങനെ വരാം. ഇങ്ങനെ വരാം. ഇങ്ങനെ വരാം. ഇങ്ങനെ വരാം. ഇതിലെല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത് എല്ലാ മോളിക്യൂൾസ് എല്ലാത്തിലും കാർബോക്സിൽ ഗ്രൂപ്പുണ്ട്. എല്ലാം കാർബോക്സിലിക് ആസിഡ് ആണ്. പക്ഷേ പലതും പല ടൈപ്പാണ് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ വെരി സിമ്പിൾ കാർബോക്സിലിക് ആസിഡ് CH3COH. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അസിറ്റിക് ആസിഡ്. അതിനേക്കാളും ഒരു കാർബണേറ്റ് കൂടിയ ആസിഡ് ദിസ് ഈസ് പ്രൊപ്പനോയിക് ആസിഡ്. ഇതൊക്കെ അലിഫാറ്റിക് ആസിഡ് ആണ്.
സാച്ചുറേറ്റഡ് ആസിഡ് ആണ്. അതിൽ ഡബിൾ ബോണ്ട് ഒന്നുമില്ല. അലിഫാറ്റിക് സാച്ചുറേറ്റഡ് മോണോ കാർബോക്സിലിക് ആസിഡ് ആണ്. മോണോ കാർബോ, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. എന്താണ് ഇത്? അലിഫാറ്റിക് ആണ്, അൺസാച്ചുറേറ്റഡ് ആണ്. മോണോ കാർബോക്സിലിക് ആസിഡ് ഒരു ടൈപ്പാണ് അലിഫാറ്റിക് അൺസാച്ചുറേറ്റഡ് മോണോ. ദിസ് ഈസ് അലിഫാറ്റിക് സാച്ചുറേറ്റഡ്. അലിഫാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്, ക്ലോസ്ഡ് അല്ല, റിംഗ് സ്ട്രക്ചർ ഇല്ല എന്നുള്ളത് അല്ല, നമുക്കറിയുന്ന പേരാണ്. ദിസ് ഈസ്, ഇതിന്റെ പേര് നമ്മൾ പഠിക്കണമെന്നില്ല, എന്നാലും ദിസ് ഈസ് കോമൺ നെയിമാണ് എഴുതുന്നത് അസെറ്റിക് ആസിഡ്. ദിസ് ഈസ് പ്രൊപ്പനോയിക് ആസിഡ്. ദിസ് ഈസ്, ഇത് കൈപ്പീസ് അറിയാൻ പറയും നമ്മളതിലേക്ക് വരും പ്രോട്ടോണിക് ആസിഡ്. ഇതെന്താണ്? ഇത് ബെൻസോയിക് ആസിഡ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഹെക്സഗൺ കണ്ട ഉടനെ ബെൻസീൻ എന്ന് പറയുന്നത് അടുക്കുള്ള വട്ടമില്ല. ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ്, ദാറ്റ് ഈസ് സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ്, സൈക്ലോഹെക്സനോയിക് ആസിഡ്, സൈക്ലോഹെക്സൈൻ കാർബോക്സിലിക് ആസിഡ്. Okay, this is benzoic acid. So you can see this is these two are aliphatic saturated monocarboxylic acid. This is a aliphatic unsaturated. ഒരുപാട് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനത്തെ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാവും. unsaturated monocarboxylic acid called protonic acid. This is a yes cyclic or alicyclic compound, saturated ആണ്, and that is called cyclohexane carboxylic acid, cyclohexanoic acid. And here cyclohexanoic acid അല്ല, ഇത് cyclohexane carboxylic, അങ്ങനെയുള്ള cyclohexane carboxylic acid. And this is a benzoic acid. This is aromatic monocarboxylic acid. And this is an aromatic dicarboxylic acid called phthalic acid. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള പേരാണ്. THALIC, phthalic acid. And this is a ഇവിടുത്തെ എന്താണ്? This is an aliphatic saturated dicarboxylic acid called എന്താണ് ഇതിന്റെ പേര്? മലോണിക് ആസിഡ്. പേരൊക്കെ നമ്മൾ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ട്. This is phthalic acid. This is chloroacetic acid. This is hydroxyacetic acid. This is aminoacetic acid. മറ്റ് അമിനോ ഗ്രൂപ്പോ OH ഗ്രൂപ്പോ സീഡോ വരുന്ന ആസിഡ്. ഇങ്ങനെ 100,000 ടൈപ്പ് ആസിഡുകൾ. ഇതിന് ഇഷ്ടമായ ഹൈഡ്രോക്സി ആസിഡൊക്കെ പല ടൈപ്പ് ഉണ്ട്. ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് 2 കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ളത്, 2 OH ഗ്രൂപ്പ് 1 COH ഉള്ളത്, 1 CN 2 CO, അങ്ങനെ വെറൈറ്റി ഓഫ് കാർബോക്സിലിക് ആസിഡ്സ്. And I have written a few examples for representation like benzoic acid, phthalic acid, malonic acid, protonic acid. This is called a hydroxyacetic acid or glycolic acid. This is called a aminoacetic acid or glycine. Amino acid ആണ് glycine. ഇതിന്റെ പേര് ക്ലോറോഅസിറ്റിക് ആസിഡ് എന്നാണ്. ഇങ്ങനെ പല പല ടൈപ്പ് ഉണ്ട്. കാർബോക്സിൽ ഗ്രൂപ്പ് 1 ആവാം, 2 ആവാം, 3 ആവാം, മോണോകാർബോക്സിലിക്, ഡൈകാർബോക്സിലിക്, ട്രൈകാർബോക്സിലിക്. സാച്ചുറേഷൻ ഉണ്ടാവാം, അൺസാച്ചുറേറ്റഡ്, ഒരു ഡബിൾ ബോണ്ട് ആവാം, 2 ഡബിൾ ബോണ്ട് ആവാം, അങ്ങനെ 100 ടൈപ്പ് ഡിഫറെന്റ് ആസിഡുകൾ ഉണ്ട്. നിങ്ങളൊന്നും ഏതാണ് ഇതൊക്കെ നമുക്ക് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ പഠിക്കേണ്ട കാര്യം വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ പല ടൈപ്പ് ആസിഡ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ആസിഡുകൾ പലതും നേച്ചുറലി ഓക്കറിംഗ് ആണ്. പലതും എല്ലാം ലോട്ട് ഓഫ് നേച്ചുറലി ഓക്കറിംഗ് ആസിഡ്സ് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ എന്താണ് ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ഫോമിക് ആസിഡോ അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡോ അല്ലെങ്കിൽ നമ്മുടെ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടാർട്ടാറിക് ആസിഡോ, ഇങ്ങനെ ഇഷ്ടംപോലെ ആസിഡുകൾ നേച്ചുറലി ഓക്കറിംഗ് ഉണ്ട്. അതിലിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വരും. നമ്മൾ ആദ്യം വലിയ നമ്മുടെ പ്രീ റെക്വസിറ്റ്സ് പറഞ്ഞിരിക്കുന്നത് കാർബോക്സിലിക് ആസിഡിലെ നോമെൻക്ലേച്ചറാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. As per the IUPAC system of nomenclature, carboxylic acids are named as ഇങ്ങനെയാണ്. സാധാരണ ഏറ്റവും സിമ്പിളായ കാർബോക്സിലിക് ആസിഡ് ഇതാണ്. എന്താണ്? അസെറ്റിക് ആസിഡ്, ഏറ്റവും സിമ്പിളായ ഒരു കാർബോക്സിലിക് അസെറ്റിക് ആസിഡ്. ഇത് ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ് അടുത്തത് ഇതൊരു നമ്മൾ ഇന്നലെ പറഞ്ഞ ഭാഗം ശ്രദ്ധിക്കുക. ഈ എഴുതിയിരിക്കുന്നത് ഒരു ഹോമലോഗസ് സീരീസ് ആണ്. CH3 CH2 CH2 COH. അപ്പോൾ ഇങ്ങനെ താഴോട്ട് എഴുതാം. CH2 ഓരോന്ന് കൂട്ടിക്കൊണ്ട് അതിന് ഇഷ്ടംപോലെ ആസിഡുകൾ എഴുതാം. This homologous series consisting of a aliphatic monocarboxylic acid, straight chain compound. എല്ലാം straight chain ആണ്, യാതൊരു ബ്രാഞ്ചും ഇല്ലാത്ത ഒരു ഗ്രൂപ്പ്. See,
this is considered a homologous series. Very simple carboxylic acid, ഏറ്റവും simplest ആയ carboxylic acid ഈ രൂപത്തിലുള്ളതായിരിക്കും. And such carboxylic acids are called നമുക്കറിയാം എന്താണ് alkanoic acid. Alkanoic acid. Generally, such carboxylic acids can be called a alkanoic acid. That means the name of such an acid is derived from the name of the alkane from which it is formed. And from the name of the alkane, the last letter E, Alkane, E is omitted, and the subscript oic acid is added. Subscript oic acid. മനസ്സിലായില്ലേ? ഓയിക് ആസിഡ് എന്ന് ചേർക്കുക. എന്തില്? ആൽക്കൈൻ എന്നുള്ള പേരിൽ നിന്ന് ആൽക്കൈൻ ഏത് ആൽക്കൈൻ ഡെറിവേറ്റീവ് ആണോ ആൽക്കൈൻ അത് കണ്ടുപിടിക്കുക. അതിനുശേഷം അതില് ഇ എന്നുള്ള ഭാഗം വെട്ടി കണ്ട് ചേർക്കുക. ഓയിക് ആസിഡ് എന്ന് ചേർത്താൽ അതിന്റെ IUPAC നെയിം ആയി എന്നർത്ഥം. So from the name of the parent alkane, ആരായി parent alkane എന്ന് പറഞ്ഞാല് parent alkane is that alkane which contains the same number of carbon atoms. See, HCOOH contains only one carbon atom. ഇത് മറന്നു വരും. ഈ functional groupലുള്ള ഒരു carbon atom ഉണ്ട്. One carbon atom. So the parent alkane of formic acid is methane. അല്ലേ? Methane. A parent alkane of this acid, acetic acid, is 2 carbon atom. 2 carbon atom alkane ആരാണ്? ethane. The parent alkane of this carboxylic 1, 2, 3 ഈ carbon atom എണ്ണം മറന്നു വരുന്നത്. പലപ്പോഴും മറന്നു ചെയ്യുന്നത് 1, 2, 3 carbon atoms ഉള്ള alkane ആരാണ്? propane. ഓക്കെ, ഇതിന്റെ ഒക്കെ പേരിൽ നിന്നാണ് നമ്മുടെ ആരുടെ പേര് ആസിഡിന്റെ പേര് ഡിറൈവ് ചെയ്യുന്നത്. as per the IUPAC system, the last letter N is omitted and oic acid. അപ്പോൾ ഈ ആസിഡിന്റെ IUPAC നെയിം എന്താണ്? മെത്തനോയിക് ആസിഡ്. ഇതേപോലെ തന്നെ ആദ്യത്തെ ഈ ഒഴിവാക്കുക. മനസ്സിലായില്ലേ? മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ് ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡിന്റെ പേര് ആൽക്കനോയിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ്സ് ആർ കൺസിഡർഡ് ആസ് derivatives of a as alkane. The parent alkane is that alkane which contains the same number of carbon atom as that is present in that acid. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ടൈപ്പ് ആസിഡ് നമ്മൾ നേരത്തെ പഠിക്കുകയാണ്, +2 മുതലേ പഠിക്കുന്നതാണ്. ഡിഗ്രി ക്ലാസ്സിലൊക്കെ ആൽക്കനോയിക് ആസിഡ്. അപ്പോൾ ജനറൽ നെയിം ഓഫ് എ carboxylic acid, an aliphatic saturated carboxylic acid is a aliphatic saturated carboxylic acid is a alkanoic acid. The name of the acid is derived from the name of the alkane from which alkane containing the same number of carbon atom as that is present in the acid. And counting the number of carbon atoms, don't forget to count the carbon atom of the ഇത് കിട്ടുമോ പലരോട്? ഇതിലൊന്നുമില്ലാന്നായിരിക്കും. ഒരു കാർബൺ ആറ്റത്തിലുണ്ട്, ഇതിൽ 2 ഒന്നല്ല പലരോട്. ഇതിപ്പോൾ 2 കാണും, ഇതിൽ 3 കാണും, അതല്ല 4 ഉണ്ട്. ഇതിൽ 1, 2, 3 ഈ COH ഉള്ളത് വിട്ടുപോകരുത്. മനസ്സിലായില്ലേ? നമ്മുടെ പാൽക്കോളൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചേ. CH3OH എന്ന് പറഞ്ഞാൽ എന്താണ്? CH3OH ദാറ്റ് ഈസ് മെത്തനോൾ ആണ്. മെത്തനോൾ. കാരണം ഈ OHന്റെ കൂടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിനോട് കാർബൺ ഇല്ല. ഇതിലൊരു കാർബണേ ഉള്ളൂ. പക്ഷേ CH3COH ആയാലോ CH3ന്റെ ഒരു കാർബൺ ഉണ്ട്, കാർബോസ് ഒരു കാർബൺ കൂടി ഉണ്ട്. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കുക. ആൽക്കഹോളോ അമീനോ ഒക്കെ ആണെങ്കിൽ അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കൂടെ കാർബൺ ഇല്ലാത്തതുകൊണ്ട് മീഥൈൽ അമീൻ ഈസ് മെത്തനമീൻ, അല്ലെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ ഈസ് മെത്തനോൾ, മീഥൈൽ ആൽക്കഹോൾ ഈസ് എത്തനോൾ. പക്ഷെ ഇവിടെ മീഥൈൽ ഗ്രൂപ്പിന്റെ അസിറ്റിക് ആസിഡ് വന്ന മെത്തനോൾ അല്ല, അത് മെത്തനോയിക് ആസിഡ് അല്ല, അത് എത്തനോയിക് ആസിഡ് ആണ്. സിൻസ് ദ കാർബൺ ആറ്റം 1 carbon atom is present along with the functional group also. And whenever naming such acids, students usually forget to count this carbon atom and simply say this is methanoic acid, this is ethanoic acid. That is wrong. You have to count this carbon atom also. Functional group ഉള്ള മറ്റു ചില ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ കാർബൺ ആറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് CH3NH2 എന്ന് പറഞ്ഞാൽ CH3OH എന്ന് പറഞ്ഞാൽ അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കൂടെ കാർബൺ ആറ്റം ഇല്ല. നേരെ മറിച്ച് ആൽഡിഹൈഡ് ആകുമ്പോഴോ ഇത് മെത്തനോളാണ്, ഇതെന്താണ്? ഇത് എത്തനാലാണ്. ഇവിടെ CH കാർബൺ ആറ്റം ഇത് എത്തനാൽ പഠിച്ചിട്ടുണ്ട്. എത്തനാൽ, എത്തനോൾ, സോറി പ്രൊപ്പനോൾ എന്നൊക്കെ
അതിന് ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ കൂടെ വരുന്ന കാർബണേറ്റം കൂടി കൗണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഫംഗ്ഷൻ ഗ്രൂപ്പിൽ കാർബണേറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇല്ലാത്ത കേസിൽ ഇതിലിപ്പോ ഇല്ല, ഒരു കാർബണേ ഉള്ളൂ. അപ്പൊ തിരികെ നമ്മൾ കാർബണേറ്റത്തിന് എണ്ണെടുക്കുമ്പോൾ മൊത്തം കാർബണേറ്റത്തിന് എണ്ണെടുക്കുക. എത്ര ഉണ്ട് നോക്കുക. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അതിനനുസരിച്ച് മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്. അതാണ് എൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് ഈസ് the general name is alkanoic acid from the name of the parent alkane. Parent alkane എന്ന് പറഞ്ഞാൽ ആ കാർബോക്സിലിക് ആസിഡിൽ എത്ര കാർബണേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാർബോക്സിലിക് എത്ര കാർബണേറ്റ് ഉണ്ടോ അത്രയും കാർബണേറ്റ് ഉള്ള സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിന്റെ പേരായ ആൽക്കൈൻ. അതിൽ ആൽക്കൈൻ്റെ പേരിൽ നിന്ന് ആൽക്കൈനിന് ഈ വെട്ടി അവിടെ ഓയിക് ആസിഡ്, ആൽക്കൻ ഓയിക് ആസിഡ്. ഈ ഇല്ല, ഈ ഒഴിവാക്കിയിട്ട് ഓയിക് ആസിഡ് എന്ന് ചേർക്കും. that is the suffix. സബ്സ്ക്രിപ്റ്റ് അല്ല, സഫിക്സ് ആണ് ഇത്. സഫിക്സ് ഓയിക് ആസിഡ് is added. ആൽക്കൻ ഓയിക് ആസിഡ്. ആൽക്കൈൻ്റെ പേരിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ എന്ന സാധനം നമ്മൾ ഉപേക്ഷിച്ച് അവിടെ ഓയിക് ആസിഡ് എന്ന് ചേർത്താൽ വിക്കറ്റ് ആൽക്കനോയിക് ആസിഡ്. ആ ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ see that you have a common like CH3 CH2 Cl COH. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസിഡ് വരുമ്പോൾ you have to നമുക്കറിയാം give the correct number to the carbon atom so that we can indicate the position of the substituent. ഇവിടെ സബ്സ്റ്റിറ്റ്യൂന്റ് ഒരു Cl ഉണ്ട്, CH2 ഉണ്ടാവില്ല, CH ഉണ്ടാവും. ഞാൻ നേരെ പറഞ്ഞാൽ ഓർമ്മിക്കുക. CH2 ഇവിടെ പറഞ്ഞ CH2 എഴുതി കഴിഞ്ഞാൽ 2, 3, 4, 5 ബാലൻസ് വരും കാർബൺ. 5 ഉണ്ടാവില്ല, 4. അപ്പോൾ CH എന്ന് ഉണ്ടാവും. CH2 COH എന്നാണ് ഇത് വരുന്നത്. ഈ ആസിഡിൽ നിന്നാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു H പോയി ഒരു Cl വന്നാൽ ഇങ്ങനെ ആവും. ഓട്ടെ, see that ഈ ആസിഡിന്റെ പേരെന്താ? you have to first ഒരു പ്രധാനപ്പെട്ട പോയിന്റ് giving number to the carbon atoms. You have to always give the number 1 to the carboxyl carbon. യാതൊരു സംശയമില്ല. എവിടെ സ്റ്റെയിനിന്റെ അടക്കം എവിടെ വന്നാലും അത് എന്താണ് 1 കാർബോക്സിൽ ഗ്രൂപ്പിന് കൊടുത്തിരിക്കണം. പിന്നെ 2 and 3. See if you have an acid like this CH3 CH CH2 CH2 COH CH2 CH2 CH3. ഇങ്ങനെ ഒരു ആസിഡിന്റെ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ അത് ഇവിടുന്ന് കൊടുക്കണം. അത് യാതൊരു സംശയമില്ല. എന്താണ് യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചാൽ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ വിച്ച് ഇൻക്ലൂഡ്സ് ദി കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ള ഏറ്റവും വലിയ കാർബൺ ചെയിൻ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ആ ആസിഡിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസിഡ് ആയിട്ടാണ് അതിന്റെ പേര് കൊടുത്തത്. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 2, 3, 4, 5, 6, 7 ഇങ്ങനെ നമ്മൾ മാക്സിമം കാർബൺ വരുന്ന എന്നാൽ ഇതാ കാർബോക്സിൽ ഗ്രൂപ്പ് വരണം. മനസ്സിലായില്ലേ? കാർബോക്സിൽ ഗ്രൂപ്പ് ഉൾക്കൊള്ളുന്ന മാക്സിമം കാർബൺ വരുന്ന ഒരു ചെയിൻ കൺസിഡർ ചെയ്യുക. അതിലാണ് നമ്മൾ മാക്സിമം നമ്പർ വരുന്ന ചെയിന് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ അറിയുന്ന കാര്യമാണ്, നമ്മളോട് പറഞ്ഞതേ ഉള്ളൂ. ഈ ആസിഡിന്റെ പേര് എന്താണ്? ദിസ് ഈസ് 2 ക്ലോറോ എന്താണ് 1, 2, 3 പ്രൊപ്പനോയിക് ആസിഡ് ആണ്. ആദ്യം മനസ്സിലാക്കുക 1, 2, 3 3 കാർബണേറ്റുള്ളത് പ്രൊപ്പനോയിക് ആസിഡ് ആണ്. പ്രൊപ്പനോയിക് ആസിഡിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു ക്ലോറിൻ ഉണ്ട്. സോ ഇറ്റ് ഈസ് നെയ്മഡ് 2 ക്ലോറോ പ്രൊപ്പനോയിക് ആസിഡ്. ഓക്കെ, ഇതോ 1, 2, 3, 4 നാലാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ആസിഡ് ഏതാണ്? 7 ഉണ്ട്. ദാറ്റ് ഈസ് ഹെപ്റ്റൈൻ ആണ്. ഇപ്പൊ ഹെപ്റ്റനോയിക് ആസിഡ്. ഹെപ്റ്റൈൻ ആണ് ഇതിന്റെ പാരന്റ് ആൽക്കൈൻ അല്ലേ? 7 കാർബണേറ്റുള്ള ആൽക്കൈൻ ഹെപ്റ്റൈൻ ആണ്. പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ 1, 2, 3, 4, 5, 6, 7. ഇവിടെ എന്താണ്? നാലാമത്തെ പൊസിഷനിൽ ഒരു എന്തുണ്ട്? മീഥൈൽ ഗ്രൂപ്പ്. സോ ഇറ്റ് ഈസ് 4-methyl heptanoic acid. 4-methyl heptanoic acid. നമ്മൾ ഇങ്ങനെ വളർത്തി തിരിച്ച് എങ്ങനെ എഴുതി ശ്രദ്ധിക്കുക. യു ഐഡന്റിഫൈ ദി ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഇൻക്ലൂഡിംഗ് ദ കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് വരുന്ന ഏറ്റവും വലിയ കാർബൺ ചെയിൻ കൺസിഡർ ചെയ്യുക. അതിന്റെ ഏതാണോ അതിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അതിനനുസരിച്ച് അതിന്റെ പാരന്റ് ആസിഡിന്റെ പേര് കൊടുക്കുക. 7 കാർബൺ ആറ്റം ഉണ്ട്. ദാറ്റ് ഈസ് ഹെപ്റ്റനോയിക് ആസിഡ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂന്റിന്റെ നമ്പർ ശ്രദ്ധിച്ച് 4-methyl. ഈ 4-methyl heptanoic acid is 2-chloro-propanoic acid. ഇങ്ങനെ പേര് കൊടുക്കുന്നത് നമുക്കറിയാം, നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. എന്നാലും പല കുട്ടികളും ചിലപ്പോൾ തെറ്റിച്ച് കളയും. അത് ശ്രദ്ധിക്കാം. നമ്മളോട് പേര് ചോദിക്കണമെന്നല്ല, അതിന്റെ പ്രിയ റെപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ് ഉള്ളത്
ഇവിടെ ഞാൻ ആസിഡ് വരച്ചിട്ടുണ്ട് അല്ലേ? ഈ ആസിഡ് ഒറ്റ തന്നെ 1 2 3 4 5 കാർബണാണ് അതിലുള്ളത്. സോ ദാറ്റ് ഈസ് അതിന്റെ പേര് എന്തായാലും പെന്റനോയിക് ആസിഡ് എന്നാണ് അവസാനം വരിക. പക്ഷെ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. എത്രാമത്തെ കാർബൺ ആൻസർ? 1 2 3 4 5. You can see that is a S. 3-bromo-propanoic acid ആണ് പറഞ്ഞിരുന്നത്. ഇതിന് ഈ നമ്പറിന് കൂടാതെ കാർബോക്സിലിക് ആസിഡിന്റെ പ്രത്യേകിച്ച് ഒരു സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് 1 2 3 etc. yes you give another indication alpha beta gamma etc. ആൽഫ ക്ലോറോ ബീറ്റ ക്ലോറോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേര് കൊടുക്കും. പറഞ്ഞ് മനസ്സിലാണ്ടോ? അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൽഫ ബീറ്റ എന്നാണ് നമ്മൾ പേര് കൊടുക്കുന്നതെങ്കിൽ ആൽഫ എന്നുള്ള ലെറ്റർ കൊടുക്കുന്ന ഒന്നാമത്തെ കാർബണേറ്റത്തിനല്ല, രണ്ടാമത്തെ ആൽഫ, ദിസ് ഈസ് ബീറ്റ, ദിസ് ഈസ് ഗാമ, ദിസ് ഈസ് ഡെൽറ്റ ആൻഡ് സോ ഓൺ. ഡെൽറ്റ ഒക്കെ ഇപ്പോൾ വളരെ ഡെൽറ്റ വേരിയേഷൻ, ഡെൽറ്റ വേരിയന്റ് നമുക്ക് ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ടാവും അല്ലേ? ഡെൽറ്റ, ആ ഡെൽറ്റ അതിൻ്റെ പ്രസിഡന്റ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എപ്സിലോൺ എന്നൊക്കെ ഇങ്ങനെ അക്ഷരങ്ങൾ ഒമേഗ വരെ അക്ഷരങ്ങൾ നമ്മുടെ ഗ്രീക്ക് ആൽഫബറ്റിലുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞ് ദിസ് കോമ്പൗണ്ട് ക്യാൻ ബി കോൾഡ് യൂഷ്വലി ആസ് പെർ ദി IUPAC സിസ്റ്റം ഇറ്റ് ഈസ് കോൾഡ് as 3-bromo-propanoic acid. ബട്ട് കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ പലപ്പോഴും ഈ നമ്പറിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആൽഫ ബീറ്റ എന്നുള്ളതാണ്. ആൽഫ ബീറ്റ. പക്ഷെ ആൽഫ എന്നുള്ള ലെറ്റർ കൊടുക്കുന്നത് രണ്ടാമത്തെ മുതല 2 3 4 കണ്ടിന്യൂസ് തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല. ഇതേപോലെ ഞാൻ പക്ഷേ ഒന്നിന് അക്ഷരം കൊടുക്കില്ല, 2 മുതലാണ് കൊടുക്കുക. അപ്പോൾ ഇതെന്താണ്? ദാറ്റ് ഈസ് ബീറ്റാ ബ്രോമോ പ്രൊപ്പനോയിക് ആസിഡ് ആണ്. 3-bromo or beta. 2 ഇലാങ്കിലോ 2-chloro or alpha chloro. മനസ്സിലായില്ലേ? ഈ 1 ഒരിക്കലും 1ൽ എന്തുണ്ടാവില്ല, ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടാവില്ല. കാരണം 1 ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് COOH. ഇവിടുത്തെ ഒരു കാർബണേറ്റുണ്ട്. ഇവിടെ പോലുള്ള കാർബണേറ്റത്തിലെ എന്ത് വരൂ? ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് വരുള്ളൂ. ഇവിടെ എന്താ കാർബണിന്റെ ബാലൻസിൽ ഒന്നിങ്ങോട്ട് OH പോയി, 2 ഓയിൽ പോയി, ഒന്ന് അടുത്ത കാർബണിലേക്ക് പോയി. ഒരിക്കലും ഇവിടെ ഒരു ക്ലോറോ ഒരു OH വേറെ ഒരു സാധനവും വരില്ല. അതുകൊണ്ട് തന്നെ കാർബോക്സിലിക് ആസിഡിന്റെ പേര് നമ്മൾ ഈ സിസ്റ്റത്തിൽ കൊടുത്തില്ല. ഇവിടെ ഒരിക്കലും 1 വരില്ല. ശ്രദ്ധിക്കുക, 2 3 4 5 മാത്രമേ വരൂ. സെക്കൻഡ് മുതലേ സബ്സ്റ്റിറ്റ്യൂവന്റ് വരൂ എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ വളരെ സില്ലിയ കാര്യങ്ങളാണെന്നാണ് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? 1-chloro എന്നോ 1-chloro ആസിഡ് ഒരിക്കലും ഉണ്ടാവാൻ പറ്റില്ല. കാരണം എന്താണ്? കാർബോക്സിലിക് ഗ്രൂപ്പിന് ഒരു ബാലൻസ് മാത്രമേ ബാക്കിയുള്ളൂ. അത് അടുത്ത കാർബൺ ജോയിൻ ചെയ്താൽ മതിയാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അല്ലെ ഈ കാർബൺ ആറ്റത്തിന് മുകളിൽ there is no possibility of a substituent. And that may be a reason why the letter alpha is given to the second carbon atom. First carbon atom വിട്ടേക്കോ, അത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പക്ഷെ നമ്പർ കൊടുക്കുമ്പോൾ മാറിപ്പോയി. നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 തന്നെ കൊടുക്കണം. പിന്നെ എന്താണ് ഗ്രീക്ക് ലെറ്റർ കൊടുക്കുന്നെങ്കിൽ ആൽഫ എന്നുള്ളത് സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡിന് ബീറ്റ, ഫോർത്തിന് ഗാമ, അഞ്ചിന് ഡെൽറ്റ ആൻഡ് സോ ഓൺ. അങ്ങോട്ട് പിന്നെ യാതൊരു കുഴപ്പമില്ല. പറഞ്ഞാൽ മനസ്സിലായില്ല? അപ്പൊ ഈ ആസിഡിന്റെ ഈ വിധത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ യാതൊരു IUPAC അത് റെക്കഗ്നൈസ് അല്ലെങ്കിൽ പോലും അത് വളരെ ഭാഗമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത്. ആൽഫ ബീറ്റ കാർബോക്സിലിക് ആസിഡിന്റെ കേസ് പ്രത്യേകിച്ച് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻ കേസ് ഓഫ് കാർബോക്സിലിക് ആസിഡ്. 5-chloro പെന്റനോയിക് ആസിഡ് എന്ന് പറയുന്നത് എന്താ പറയാ? ഡെൽറ്റ ക്ലോറോ പെന്റനോയിക് ആസിഡ് എന്ന് പറയാം. 5-chloro എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, അത് പൂർണ്ണമായി ശരിയാണ്. പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സിസ്റ്റമാണ്. ഇതാണ് IUPAC സിസ്റ്റം എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്പറിംഗിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പറിംഗിൽ 1 സ്റ്റാർട്ട് വിത്ത് കാർബോക്സിലിക് ഗ്രൂപ്പ്. ഇഫ് ഇറ്റ് ഈസ് ലെറ്ററിംഗ് ഇറ്റ് ഈസ് ആൽഫ സ്റ്റാർട്ട് ഫ്രം ദി സെക്കൻഡ് കാർബൺ ആറ്റം. ഓക്കെ, ഈ ആസിഡിന്റെ പേര് നമ്മൾ എന്താ പറയാ? നമ്പറിംഗില് നമ്പർ സിസ്റ്റത്തിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് 1 2 3 4 and 5 അല്ലേ? യെസ്, 3 4 ഡൈക്ലോറോ പെന്റനോയിക് ആസിഡ്. 3-chloro dichloro pentanoic 3,4 dichloro pentanoic acid. മറ്റേ ലെറ്ററിംഗിലാണെങ്കിൽ ആൽഫ ഇവിടെ കൊടുക്കരുത്, ഇവിടെ കൊടുക്കുക. ആൽഫ ബീറ്റ ഗാമ ആൻഡ് ഡെൽറ്റ. യെസ്,
ബീറ്റ ഗാമ ഡൈക്ലോറോ പെന്റനോയിക് ആസിഡ്. ബീറ്റ ഗാമ ഡൈക്ലോറോ, ബീറ്റയിലും ആൽഫയിലില്ല, ബീറ്റയിലും ഗാമയിലും ഓരോ ക്ലോറുണ്ട്. ബീറ്റ ഗാമ ഡൈക്ലോറോ പെന്റനോയിക് ആസിഡ് എന്ന് പറയും. അത് ശ്രദ്ധിക്കുക. പലപ്പോഴും ആൽഫ ബീറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ കണ്ടെന്നിരിക്കും. ശ്രദ്ധിക്കുക. ആൽഫ ക്ലോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്ലോറോ ആണ്. ബീറ്റ ക്ലോറോ എന്ന് പറഞ്ഞാൽ 3 ക്ലോറോ ആണ്. ശ്രദ്ധിക്കുക. ആൽഫ ഇസ് നോട്ട് 1, ആൽഫ ഇസ് 2. 1 2 എന്ന് കൊടുക്കുമ്പോൾ കാർബോക്സിൽ കാർബണത്തിന് 1 എന്ന് കൊടുക്കും. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അടുത്ത പ്രധാനം പിന്നെ വേറെന്നുള്ളത് കൺസിഡർ എ. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ട ഒരു ആസിഡാണിത്. പ്രോട്ടോണിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന്റെ പേര് IUPAC പറയാം. ഇൻ ദി IUPAC system this can be as 1 2 3 4. So this is a derivative of say 1 2 3 pen butane. ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. പക്ഷെ നമ്മുടെ ഡബിൾ ബോണ്ട് ഉണ്ട്. എവിടെ? സെക്കൻഡ് കാർബണാറ്റത്തിൽ 1 2 സെക്കൻഡ് കാർബണാറ്റം തേർഡ് അല്ല. ഇങ്ങനെ ഇങ്ങോട്ട് സെക്കൻഡ് ആദ്യം ഡബിൾ ബോണ്ട് കാണുന്നത് ഈ നമ്പർ കൊടുക്കും. നമുക്കറിയാം ഇതെല്ലാം കൊടുക്കും. യെസ്, ഡബിൾ ബോണ്ട് സ്ഥാനം പറയുമ്പോൾ ഏറ്റവും അടുത്ത കാർബണാറ്റം 2 ആണ്. 2 ഡബിൾ ബോണ്ട് ഉണ്ട്. 3 2 3 തമ്മിലാണെങ്കിൽ നമ്പർ 2 എന്ന് കൊടുക്കും. 3 എന്ന് കൊടുക്കാൻ നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ പേരെന്താണ്? യെസ്, ദിസ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ബ്യൂട്ടൈൻ. അല്ലേ? ബട്ട് ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് not butane, it's a derivative of butene. എത്രാമത്തെ butene? 2 butene. See, this is 2 butenoic acid. 2 butenoic acid. Or ഇങ്ങനത്തെ ആസിഡിന് ഇവിടെ നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും but2enoic acid. ഇങ്ങനെയും കൊടുക്കാം. രണ്ട് സംഖ്യകൾ 2 butenoic acid എന്നോ but2enoic acid എന്നോ കൊടുക്കാം. രണ്ടായാലും ഒരേ പോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. ഇത് ബ്യൂട്ടീനോയിക് ആസിഡ് 1 2 സെക്കൻഡ് പൊസിഷൻ ഡബിൾ ബോണ്ട്. ഇറ്റ് ഈസ് 2 ബ്യൂട്ടീനോയിക് ആസിഡ്. അപ്പോൾ മനസ്സിലാണ്ടല്ലോ. ഇതിന്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നാലോ? സപ്പോസ് ദർ ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് H2 Cl. അപ്പോൾ എന്താ ഇത്? 4 ക്ലോറോ 2 ബ്യൂട്ടീനോയിക് ആസിഡ് എന്ന് പറയാം. വേണമെങ്കിൽ 4 ക്ലോറോ but2enoic. അപ്പം വലിയ അക്ഷരത്തിൽ എഴുതാം, വലിയ എഴുതാൻ പാടില്ല. തുടക്കത്തിൽ അങ്ങനെ വലിയ എഴുതാം. ഇടയ്ക്ക് വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. ക്യാപിറ്റൽ ലെറ്റർ പേര് എഴുതുമ്പോൾ ഫസ്റ്റിലല്ലാതെ ഇടയ്ക്കൊന്ന് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ പേരെന്താണ്? യെസ്, 4 ക്ലോറോ but2enoic ആസിഡ്. ക്യാപിറ്റൽ ആവശ്യമില്ല കേട്ടോ, ക്യാപിറ്റൽ ആവശ്യമില്ല. 4 ക്ലോറോ but2enoic ആസിഡ് അല്ലെങ്കിൽ 4 ക്ലോറോ 2 butene. ലെറ്റർ ഇവിടെ വരുമ്പോൾ ഒരു ഹൈഫൻ ഉണ്ട്. നമ്മൾ ഇവിടെ ഹൈഫന്റെ ആവശ്യമില്ല. ഇവിടെ നമ്പർ വരുന്നതുകൊണ്ട് 4 ക്ലോറോ 2 butenoic acid എന്ന് പറയാം. 4 ക്ലോറോ 2 butenoic acid, 4 ക്ലോറോ but2enoic acid എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. 4th പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട്, സെക്കൻഡ് പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ പേര് കണ്ടാൽ മനസ്സിലാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ പേര് കണ്ടാൽ ഈ പേരിൽ ഒരു ഫോർമുല മാത്രമേ, അതാണ് ഏറ്റവും ഈ പേര് IUPACന്റെ പ്രത്യേകത. ആ പേരിൽ ഒരു ഫോർമുല മാത്രമേ നമുക്ക് 2 ഫോർമുല എഴുതാൻ പറ്റരുത്. പറ്റിയ പേര് തെറ്റാണെന്ന് വളരെ ക്ലിയർ ആണ്. അപ്പോൾ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഫോർമുല കണ്ടാൽ നമുക്ക് പേര് എഴുതാൻ പറ്റണം. എന്താണ് ഫോർമുല? ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പേര് കണ്ടെന്ന് ഫോർമുല സോറി നെയിം കണ്ടാൽ ഫോർമുല എഴുതാൻ പറ്റണം. ഫോർമുല കണ്ടാൽ നെയിം എഴുതാൻ പറ്റും. ഇതിപ്പോ നെയിമാണ് 4 ക്ലോറോ 2 butenoic acid. അപ്പൊ എന്താ? അപ്പൊ ആദ്യം മനസ്സിലാക്കുക, 4 കാർബൺ ആറ്റം ഉണ്ട് എന്നുള്ള സത്യം. പിന്നെന്താണ്? രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 4ാമത്തെ പൊസിഷനിൽ ഒരു നമുക്ക് എഴുതാം. 4ാമത്തെ പൊസിഷനിൽ ഇങ്ങനെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. 1ാമത്തെ കാർബോക്സിൽ ഗ്രൂപ്പ്, 2ാമത്തേത് ഡബിൾ ബോണ്ട്, പിന്നെ 4ാമത്തതിൽ ഒരു ക്ലോറിൻ. 4 കാർബൺ ആറ്റം ഉണ്ട്. 5 പേരാവും. പിന്നെ കുഴപ്പം 1 2 3 4 5 വേണ്ട, 4 വേണം അല്ലേ? യെസ്. ഇത്രയും നമുക്ക് എഴുതാം. പിന്നെ ബാക്കി ഹൈഡ്രജൻ ചേർത്താൽ മതി. ഇവിടെ എത്ര ഹൈഡ്രജൻ ചേർക്കണം? ശ്രദ്ധിക്കുക. 1 2 3 കഴിച്ച് ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജനും ഒരു ക്ലോറിൻ. 4 ക്ലോറോ 2 butenoic acid. കാർബൺ ഡൈ ഓക്സൈഡ് 2 3 ഹൈഡ്രജൻ. അപ്പോൾ CH2Cl, CH ഡബിൾ ബോണ്ട് CH COH 4 ക്ലോറോ 2 butenoic acid. പറയുന്ന മനസ്സിലാണെങ്കിൽ ഇതുപോലെയാണ് പേര്. ഈ പേര് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പഠിച്ചിട്ട് നമ്മളെ ഇതിനെപ്പറ്റി കൂടുതലും നമ്മളെ പ്രിയ റിക്വസ്റ്റ് ആണ്. പേര് കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പല ആസിഡിനും വരുമ്പോൾ പേരിങ്ങനെ പറയണം.